ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് രസം പൊടി ചേർക്കാത്ത പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും രസം പൊടി വെച്ചിട്ടാണ് രസം ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മിക്സ് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി അത്രയും ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നു. അതുമാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ രസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പരിപ്പ് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലേക്ക്, നമ്മൾ എന്തിലാണോ രസം ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ പരിപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കാം. അതിനുശേഷം 1 തക്കാളി മിക്സിയിലൊന്ന് അരച്ചത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഞാനത് അരച്ചെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് വെന്ത് കിട്ടാനും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് അങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് പോരും. ആ സമയം നമുക്ക് കുറച്ച് പുളി, ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പും തക്കാളിയും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. കാരണം ആ പുളിയുടെ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കേട്ടോ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. രസം പൊടി ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി രസം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിറയെ ഇടണം. അതാണ് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. വറ്റൽമുളകും കടുകും ജീരകവും ചേർത്തിട്ടാണ് വറവിടേണ്ടത്. ഇത് 3ഉം ചേർത്തിട്ട് വറവിടാം. ജീരകം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ജീരകത്തിൻ്റെ പൊടി രസത്തിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുത്താലും മതി. അതേപോലെ ചിലർ കായം ചേർക്കാറുണ്ട് രസത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കായത്തിൻ്റെ പൊടിയും കൂടെ രസത്തിൽ ചേർക്കുക. അതിന് നല്ല ഫ്ലേവറാണ്, കായത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളാണല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. രസത്തിൻ്റെ പൊടി ആവശ്യമൊന്നുമില്ല. അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.